നമസ്കാരം സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. കടൽക്ഷോഭം ശക്തമായതോടെ തീരദേശവാസികൾക്കും മുന്നറിയിപ്പ്. ഗുരുവായൂർ കോട്ടപ്പടി അങ്ങാടിയിൽ പഴക്കമുള്ള ഇരുനില കെട്ടിടം തകർന്നു വീണു. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ പൊതുയിടങ്ങളിൽ നിക്ഷേപിക്കുന്നതിനെതിരെ പരാതിയുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം കേച്ചേരി ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ പൊതു ഇടങ്ങളിൽ നിക്ഷേപിക്കുന്നതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയത്. ട്രോളിംഗ് നിരോധനം ലംഘിക്കുകയും വ്യാജ കളർ കോഡ് അടിക്കുകയും ചെയ്ത തമിഴ്നാട് വള്ളങ്ങൾ ഫിഷറീസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി. മൺസൂൺ കാല ട്രോളിംഗ് നിരോധന നിയമങ്ങൾ ലംഘിച്ച് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള യാനങ്ങൾ ചാവക്കാട് ബ്ലാങ്ങാട് കടപ്പുറത്തു നിന്നാണ് പിടികൂടിയത്. ചാവക്കാട് നഗരസഭ ഖരമാലിന്യ സംസ്കരണശാലയിലെ മാലിന്യ കൂമ്പാരം ചീഞ്ഞളിഞ്ഞുള്ള ദുർഗന്ധം മൂലം പരിസരവാസികൾക്ക് ദുരിതം. മണത്തല ഇനിപ്പുള്ളി പരപ്പിൽ താഴത്ത് സ്ഥിതി ചെയ്യുന്ന ഖരമാലിന്യ സംസ്കരണശാലയിൽ നിന്നാണ് ദുർഗന്ധം വമിക്കുന്നത്. വാർത്തകൾ വിശദമായി. ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കാലവർഷം കനത്തതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. കടൽക്ഷോഭം ശക്തമായതോടെ തീരദേശവാസികൾക്കും മുന്നറിയിപ്പുണ്ട്. സഞ്ചാരികൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴയുടെ തോത് അനുസരിച്ച് വിവിധ ജില്ലകളിൽ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. മഴ കൂടുതലുള്ള ഇടങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളും മറ്റ് കേന്ദ്രീകരിച്ച് കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മൂന്നാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. മഴ ശക്തമായതോടെ ചാവക്കാട് കടൽ താണ്ഡവമാടി. കടപ്പുറം പഞ്ചായത്തിൽ കടൽക്ഷോഭം രൂക്ഷം. കടൽഭിത്തി നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. കടപ്പുറം ആശുപത്രി പടി, അഞ്ചങ്ങാടി വളവ്, മൂസറോഡ്, വെളിച്ചെണ്ണപ്പടി, മുനയ്ക്കക്കടവ്, അഴിമുഖം തുടങ്ങിയ ഭാഗങ്ങളിലാണ് കടൽ വെള്ളം കരയിലേക്ക് അടിച്ചു കയറുന്നത്. നിരവധി വീടുകളിലേക്ക് വെള്ളം കയറിയത് ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30ഓടെയായിരുന്നു. മുനയ്ക്കക്കടവ് തെക്ക് ഭാഗങ്ങളിൽ 50ഓളം വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. ഇവിടെ 2 വീടുകളിൽ പൂർണ്ണമായും വെള്ളം കയറിയതിനെ തുടർന്ന് ഇവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ആശുപത്രി പടി മുതൽ അഴിമുഖം വരെ 2 കിലോമീറ്റർ നീളത്തിൽ വെള്ളം കയറിയത് കടൽഭിത്തി തകർന്ന സ്ഥലങ്ങളിലാണ്. ഇതോടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അഴിമുഖം റോഡ് ഉപരോധിച്ചു. തുടർന്ന് പോലീസ് എത്തിയെങ്കിലും ആളുകൾ പിരിഞ്ഞുപോയില്ല. ചാവക്കാട് തഹസിൽദാർ TP കിഷോർ എത്തി ഇവരുമായി സംസാരിച്ചു. വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു ദുരിതമാണ്. കാരണം ഇപ്പം നിങ്ങൾ നോക്കിക്കുക, ഒരൊറ്റ വീട്ടിൽ കുടിവെള്ളം പോലും ഇല്ല. ഇപ്പോൾ ആ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അധികാരികളുടെ എത്രയും നമ്മൾ സമരങ്ങളായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഇത്ര കാലമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും ഒരു MLAക്കോ MPക്കോ ആർക്കും കഴിയുന്നില്ല. ഇതിനൊരു പരിഹാരം എന്ന് കാണും. ഞങ്ങൾ ജനിച്ച് വളർന്ന മണ്ണാണത്. ഞങ്ങൾ ഈ മണ്ണ് വിട്ട് പോകണം. അതും അധികാരികളോട് പറയണം. ഞങ്ങളിതിന് തീരുമാനമാവുന്നവരെ ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ നിങ്ങൾ നിൽക്കുന്നില്ല. ഞങ്ങൾ ജയിലിൽ പോകാനും ബാധ്യസ്ഥരാണ്, തയ്യാറാണ്. ഞങ്ങൾ നാട്ടുകാരെല്ലാവരും ജയിലിൽ പോകാൻ തയ്യാറാണ്. അവിടെ പോയി കിടക്കുക, സുരക്ഷ അവിടെ പോയി കിടക്കുക. നാളെ ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഇടപെടൽ നടത്തുമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് പ്രദേശവാസികൾ പിരിഞ്ഞുപോയത്. അടിയന്തരമായി ജിയോ ബാഗ് സ്ഥാപിക്കാൻ കളക്ടറേറ്റിൽ നിന്ന് ഉത്തരവായതായും അദ്ദേഹം പറഞ്ഞു. ഇതിനായി 4 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. കടൽഭിത്തി തകർന്നിടത്ത് JCB ഉപയോഗിച്ച് മണ്ണിട്ട് കടൽവെള്ളം കയറുന്നത് തടയാൻ സാഹചര്യം ഉണ്ടാക്കുമെന്നും തഹസിൽദാർ പറഞ്ഞു. സിസിടിവി ന്യൂസ്, ചാവക്കാട്. ഏതാനും ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പെരിയമ്പലത്ത് കടൽക്ഷോഭം രൂക്ഷമായി. പെരിയമ്പലം ബീച്ച് റോഡ് ഭാഗികമായി കടലെടുത്തു. തങ്ങൾപ്പടി മുതൽ പാപ്പാളി വരെ 100ഓളം തെങ്ങും കാറ്റാടിയും കടപുഴകി. പെരിയമ്പലത്ത് 3 വീടും പാപ്പാളിയിൽ 2 വീടും കടലേറ്റ ഭീഷണിയിലാണ്. പാപ്പാളി കൊട്ടിലിങ്ങൽ റഹ്മാൻ, മാലിക്കുളം ഹനീഫ എന്നിവരുടെ വീട്ടിലേക്കാണ് വെള്ളം കയറിയത്. 6 കുട്ടികൾ ഉൾപ്പെടുന്ന കുടുംബം ഭീതിയിലാണ്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് കടലേറ്റം രൂക്ഷമായത്. കരയും കാറ്റാടി മരങ്ങളും റോഡും കടന്ന് വീടുകളിലേക്ക് കടൽ തിരയടി എത്തി. കടലിനെ ചെറുത്തിരുന്ന കാറ്റാടിയും തെങ്ങുകളും കടപുഴകിയതോടെ അതിതീവ്രമായാണ് തിരമാലകൾ കരയിലേക്ക് കയറിയത്. 100ഓളം തെങ്ങുകൾ ഏത് സമയവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. പെരിയമ്പലം ബീച്ചിലെ വൈദ്യുതിക്കാലുകളും ഹൈമാസ്റ്റ് ലൈറ്റും അപകട ഭീഷണിയിലാണ്. ഇവിടേക്കുള്ള വൈദ്യുതി വിതരണവും വിച്ഛേദിച്ചു. ഗുരുവായൂർ കോട്ടപ്പടി അങ്ങാടിയിൽ പഴക്കമുള്ള ഇരുനില കെട്ടിടം തകർന്നു വീണു. അവശിഷ്ടങ്ങൾ റോഡിലേക്ക് വീണതിനാൽ 2 മണിക്കൂറോളം അങ്ങാടി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു.
കോട്ടപ്പടി മാറൂക്കി ആന്റണി ലാസർ എന്നീ 2 കുടുംബങ്ങൾ താമസിച്ചിരുന്ന വീടാണ് രാവിലെ 6 മണിയോടെ തകർന്നു വീണത്. 8 മണിയോടെ നഗരസഭാ ജീവനക്കാർ റോഡിൽ നിന്ന് അവശിഷ്ടങ്ങൾ മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. തിരക്കേറിയ റോഡിലേക്കാണ് കെട്ടിട അവശിഷ്ടങ്ങൾ വീണതെങ്കിലും അതിരാവിലെ ആയതിനാൽ അപകടം ഒഴിവായി. അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. 6 വർഷം മുമ്പ് വീട്ടുകാർ താമസം മാറിയിരുന്നെങ്കിലും കോടതിയിൽ കേസ് നിലനിന്നിരുന്നതിനാൽ കെട്ടിടം പൊളിച്ചു മാറ്റാനായിരുന്നില്ല. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ പൊതു ഇടങ്ങളിൽ നിക്ഷേപിക്കുന്നതിനെതിരെ പരാതിയുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം കേച്ചേരി ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ പൊതു ഇടങ്ങളിൽ നിക്ഷേപിക്കുന്നതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയത്. ജനങ്ങളിൽ നിന്നും പണം വാങ്ങി ശേഖരിച്ചു കൊണ്ടുവരുന്ന മാലിന്യം കേച്ചേരി ബസ് സ്റ്റാൻഡിൽ കുന്നുകൂടിയ നിലയിലാണ്. ഇത് പ്രദേശവാസികൾക്കും നാട്ടുകാർക്കും ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള കച്ചവടക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആക്ഷേപം. അധികൃതരുടെ അനാസ്ഥ മൂലം കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യക്കൂമ്പാരം മഴക്കാലത്ത് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തുള്ള പാടത്തേക്കും തോടുകളിലേക്കും സമീപ വീട്ടുപറമ്പുകളിലേക്കും ഒഴുകിയെത്തുന്ന സാഹചര്യമാണുള്ളതെന്ന് പറയുന്നു. ഇതുമൂലം പരിസരവാസികൾക്ക് മാറാരോഗങ്ങൾ സംഭവിക്കുകയാണെന്നും ആരെങ്കിലും മരിച്ചാൽ മാത്രമേ പഞ്ചായത്ത് ഭരണസമിതി മാലിന്യങ്ങൾ ഇവിടെ നിന്നും മാറ്റൂ എന്ന സാഹചര്യമാണുള്ളതെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു. പഞ്ചായത്ത് ഭരണാധികാരികളുടെ അനുമതിയോടെ പലയിടത്തും ഇതുപോലെയുള്ള മാലിന്യ കൂമ്പാരങ്ങൾ കൂട്ടിയിടുന്നുണ്ട്. പഞ്ചായത്ത് ഭരണാധികാരികളുടെ അനാസ്ഥയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. 5 ദിവസത്തിനുള്ളിൽ മാലിന്യം പൂർണ്ണമായി നീക്കം ചെയ്യാം എന്ന ഉറപ്പ് സെക്രട്ടറി നൽകിയതായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. സെക്രട്ടറി നൽകിയ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുമെന്ന് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് MM ഹാറൂൺ, യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി മുബാറക് കേച്ചേരി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രണവ് കല്ലാട്ടിൽ, KSU നേതാവ് ദേവിക ദേവരാജൻ എന്നിവർ അറിയിച്ചു. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകാം, മുഴുവൻ പ്ലാസ്റ്റിക്കുകൾ നിറഞ്ഞ് ഇവിടെ ഈ തോടുകളിലേക്കും പാടങ്ങളിലേക്കും എല്ലാം ഓരോ ചാക്കുകെട്ടുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രേഖപ്പെടുത്തിക്കൊണ്ട് വരും നാളുകളിൽ ശക്തമായ സമരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കുകയാണ്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിന്മേൽ നടപടിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പ്രക്ഷോഭത്തിലേക്ക് വരാനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ തീരുമാനം. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂരിൽ ഐസ് മഴ പെയ്തതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം. മഴ പെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ കൃത്രിമം കാണിച്ചാണ് പ്രചരണം നടത്തുന്നത്. 2 മിനിറ്റും 8 സെക്കൻഡും ദൈർഘ്യമുള്ള വീഡിയോയുടെ ആദ്യ 4 സെക്കൻഡിൽ യഥാർത്ഥ ദൃശ്യങ്ങളാണുള്ളത്. ഈ സമയത്ത് ഐസ് വീഴുന്നതായി കാണുന്നില്ല. എന്നാൽ 4 സെക്കൻഡിന് ശേഷം വീഡിയോയുടെ വേഗതയിൽ കുറവ് വന്നിട്ടുണ്ട്. ഈ ഭാഗം മുതലാണ് ഐസ് വീഴുന്നതായി തോന്നിക്കുന്നത്. റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ വേഗതയും വളരെ കുറവാണ്. എന്നാൽ അവസാനത്തെ 4 മിനിറ്റിലും കൃത്യമായ വേഗതയാണ് വീഡിയോയിൽ ഉള്ളത്. ഈ സമയത്ത് വാഹനങ്ങളുടെ വേഗതയും കൃത്യമാണ്. എന്തിനുവേണ്ടിയാണ് ഇത്തരത്തിൽ വീഡിയോയിൽ കൃത്രിമം കാണിച്ചിരിക്കുന്നതെന്ന കാര്യം വ്യക്തമല്ല. വീഡിയോ കണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഗുരുവായൂരിലേക്ക് ഫോൺ വിളികളെത്തി. ഇത്തരത്തിൽ വ്യാജ വീഡിയോ സൃഷ്ടിക്കുന്നവരെ കണ്ടെത്തി സൈബർ ആക്ട് പ്രകാരം കർശന നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ട്രോളിംഗ് നിരോധനം ലംഘിക്കുകയും വ്യാജ കളർ കോഡ് അടിക്കുകയും ചെയ്ത തമിഴ്നാട് വള്ളങ്ങൾ ഫിഷറീസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി. മൺസൂൺ കാല ട്രോളിംഗ് നിരോധന നിയമങ്ങൾ ലംഘിച്ച് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള യാനങ്ങൾ ചാവക്കാട് ബ്ലാങ്ങാട് കടപ്പുറത്തു നിന്നാണ് പിടികൂടിയത്. കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള പച്ച കളർ കോഡ് മാറ്റി കേരള യാനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള നീല കളർ കോഡ് അടിച്ച കേരള വള്ളങ്ങൾ എന്ന വ്യാജേന മത്സ്യബന്ധനത്തിന് ഒരുക്കങ്ങൾ നടത്തിയ തമിഴ്നാട് കന്യാകുമാരി ജില്ലയിൽ കൊളച്ചൽ സ്വദേശികളായ സഹായ സർച്ചിൽ, ഹിറ്റ്ലർ തോമസ്, സ്റ്റാൻലി പോസ്മസ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള യാനങ്ങളാണ് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ബ്ലാങ്ങാട് നിന്ന് പിടിച്ചെടുത്തത്. ട്രോളിംഗ് നിരോധനം നിലനിൽക്കെ അന്യസംസ്ഥാന യന്ത്രവൽകൃത യാനങ്ങൾ കേരള തീരം വിട്ടു പോകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. അന്യസംസ്ഥാന യാനങ്ങൾ അതാത് ബേസ് ഓഫ് ഓപ്പറേഷനിൽ നിർത്തണമെന്നും ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും കടലുകളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ യന്ത്രവൽകൃത യാനങ്ങളും മോട്ടോറൈസ്ഡ് യാനങ്ങളും ഉപയോഗിച്ചുള്ള എല്ലാവിധ മത്സ്യബന്ധനത്തിനും നിരോധനം നിലനിൽക്കെയുള്ള നടപടിയിലാണ് ഫിഷറീസ് സംഘത്തിന്റെ ഇടപെടൽ. ചേറ്റുവ, ചാവക്കാട്, ബ്ലാങ്ങാട് ഭാഗങ്ങളിൽ നിന്ന് നിയമവിരുദ്ധമായ രീതിയിൽ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള യാനങ്ങൾ നിയമവിരുദ്ധമായി തമിഴ്നാട് കളർ കോഡ് കേരള കളർ കോഡാക്കി മാറ്റി മത്സ്യബന്ധനത്തിനായി ഒരുക്കങ്ങൾ നടത്തിയതിനും 60,000 രൂപ പിഴ ഈടാക്കി.
തുടർന്ന് കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്നതായ 8 എഞ്ചിനുകളും യാനങ്ങളും ഉടമസ്ഥർക്ക് വിട്ടു നൽകി. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി പരിശോധനയും നടപടികളും കർശനമാക്കാൻ തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു. ജില്ലയുടെ തെക്കേ അതിർത്തിയായ അഴീക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്പിരിക്കാട് വരെയുള്ള തീരക്കടലിലും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരുന്നതിനിടെയാണ് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം മത്സ്യബന്ധന നിരോധന നിയമങ്ങൾ ലംഘിച്ചതിന് തമിഴ്നാട് കന്യാകുമാരി ഭാഗത്തു നിന്ന് വന്ന 3 ഫൈബർ വഞ്ചികൾ ചാവക്കാട് ബ്ലാങ്ങാട് പിടിച്ചെടുത്തത്. തൃശൂർ ജില്ലാ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പരിശോധനാ സംഘത്തിൽ ഉദ്യോഗസ്ഥരായ ശ്രുതിമോൾ, സംന ഗോപൻ, മെക്കാനിക് ജയചന്ദ്രൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ പ്രശാന്ത് കുമാർ, ഷൈബു VM, ഷിനിൽകുമാർ ER എന്നിവരും ഉണ്ടായിരുന്നു. ട്രോളിംഗ് നിരോധന സമയത്ത് ഇതര സംസ്ഥാന ബോട്ടുകൾ, വഞ്ചികൾ, വള്ളങ്ങൾ എന്നിവ ജില്ലയുടെ തീരത്ത് മീൻ പിടിക്കാനോ മീൻ ഇറക്കാനോ പാടില്ല എന്ന നിയമം പാലിക്കാത്തതിനാണ് ഫിഷറീസ് വകുപ്പ് നിയമ നടപടികൾ എടുത്തത്. വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും അധികൃതർ അറിയിച്ചു. CCTV ന്യൂസ്, ചാവക്കാട്. ചൂണ്ടൽ ജംഗ്ഷനിലെ ഡിവൈഡറിൽ കാർ ഇടിച്ചു കയറി വീണ്ടും അപകടം. തൃശൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ യാത്രികൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുന്നംകുളം ഭാഗത്തുനിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന കാറാണ് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയത്. ഡിവൈഡറിന് മുന്നിൽ സ്ഥാപിക്കുന്ന മുന്നറിയിപ്പ് ബോർഡുകൾ ഇരുട്ടുമൂലം വാഹനയാത്രികർ കാണാത്തതിനാൽ ഇടിച്ചു കയറിയുള്ള അപകടങ്ങൾ ഇവിടെ പതിവാണ്. തിങ്കളാഴ്ച രാത്രി ഉണ്ടായ അപകടത്തിന് പിറകെയാണ് തൊട്ടടുത്ത ദിവസം രാത്രിയും അപകടമുണ്ടായത്. ഗുരുവായൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് തിങ്കളാഴ്ച രാത്രി ഡിവൈഡറിലേക്ക് ഇടിച്ചുകയറി അപകടമുണ്ടായത്. നാട്ടുകാരും ചൂണ്ടലിൽ രാത്രികാലങ്ങളിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ചേർന്ന് ഡിവൈഡറിൽ ഇടിച്ചുകയറിയ കാർ ഉയർത്തി റോഡിലേക്ക് മാറ്റി. അപകടത്തിൽ കാറിന് കേടുപാടുകൾ സംഭവിച്ചു. ഹൈവേ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ട്രെയിൻ യാത്രയ്ക്കിടെ കമ്പാർട്ട്മെന്റിലെ ബർത്ത് പൊട്ടിവീണ് മാറഞ്ചേരി സ്വദേശിക്ക് ദാരുണാന്ത്യം. മാറഞ്ചേരി വടമുക്കിലെ പരേതനായ എളയിടത്ത് മാറാടിക്കൽ കുഞ്ഞുമൂസയുടെ മകൻ 62 വയസ്സുള്ള അലിഖാനാണ് മരിച്ചത്. ഡൽഹിയിലേക്കുള്ള യാത്രക്കിടയിൽ തെലങ്കാനയ്ക്കടുത്തുള്ള വാറങ്കലിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയായിരുന്നു അപകടം സംഭവിക്കുമ്പോൾ അലിഖാൻ താഴെയുള്ള ബർത്തിൽ ചെരിഞ്ഞു കിടക്കുകയായിരുന്നു. മുകളിൽ നിന്ന് ബർത്ത് പൊട്ടിവീണ് കഴുത്തിൽ വന്നിടിച്ച് 3 എല്ലുകൾ പൊട്ടുകയും ഞരമ്പിന് ക്ഷതമേൽക്കുകയും ചെയ്തു. ഇതോടെ കൈകളും കാലുകളും തളർന്ന സ്ഥിതിയായി. റെയിൽവേ അധികൃതർ ഉടൻ തന്നെ വാറങ്കലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ഹൈദരാബാദിലെ കിങ്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി. വെള്ളിയാഴ്ച അടിയന്തര ശസ്ത്രക്രിയ കഴിഞ്ഞെങ്കിലും തിങ്കളാഴ്ച മരിച്ചു. ഷക്കീല ഭാര്യയാണ്, ഷസ മകളാണ്. ഖുറാൻ സുന്നത്ത് സൊസൈറ്റി സ്ഥാപകൻ ചേകന്നൂർ മൗലവിയുടെ ഭാര്യ സഹോദരനാണ് മരിച്ച അലിഖാൻ. 3 വെർട്ടിബ്രാസ് നെയ്പ്പ് എന്ന് പറയില്ല, ഇവിടെ ഇത് നെയ്പ്പാന്ന് പറയുക. ആ നെയ്പ്പിലുള്ള 3 വെർട്ടിബ്രാസാണ് ബ്രോക്കൺ ആയിട്ടുള്ളത്. അവിടെയുള്ള സ്പൈനൽ കോഡും ഏകദേശം ഡാമേജ് ആയിരിക്കുന്നത്. അതുകൊണ്ട് ബ്രെയിനിന് കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ നല്ല ഡോക്ടേഴ്സും നല്ല ഹോസ്പിറ്റലുമാണ്. എല്ലാം മാക്സിമം നല്ല ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുകയാണ്. അതിനുമുമ്പ് അവനൊക്കെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. പിന്നെ വേറെ എന്തൊക്കെ പറയാണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നെ സർജറി കഴിഞ്ഞിട്ട് പിന്നെ അധികം സംസാരിച്ചിട്ടില്ല. കുറച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. റെയിൽവേ പോലീസൊക്കെ വന്നിരുന്നു. റെയിൽവേയാണ് ഇവിടുന്ന് എല്ലാം ഷിഫ്റ്റും ചെയ്ത്. അപ്പുറം രാമകുണ്ടൽ വിട്ടു, വാറങ്കൽ എൻ്റെ അടുത്ത് റെയിൽവേ എല്ലാം ചെയ്തു. ഇപ്പോൾ കേസുണ്ട്. അവിടെ എല്ലാ ഞങ്ങൾ ഡോക്യുമെൻറ്റ്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനി എൻക്വയറി നടത്തും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 75 വർഷം കഠിന തടവും 1,05,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചേലക്കര കൊളത്തൂർ അവീന വീട്ടുപറമ്പിൽ ഹാഷിമിനെയാണ് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത്. ജഡ്ജി R. മിനിയാണ് ശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ES സീനത്ത് ഹാജരായി. 12 വയസ്സുള്ള ബന്ധുവായ പെൺകുട്ടിയെ മാതാപിതാക്കൾ അറിയാതെ സ്കൂളിൽ നിന്നും പലതവണ കൂട്ടിക്കൊണ്ടുപോയി ഒന്നിലധികം തവണ ബന്ധുവീടുകളിലും മറ്റ് സ്ഥലങ്ങളിൽ വെച്ചും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് കേസ്. 2021 നവംബർ മാസത്തിലെ ദിവസങ്ങളിലാണ് സംഭവം നടന്നത്. പഴയന്നൂർ പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന KA ഫക്രുദ്ദീൻ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർ J. നിസാമുദ്ദീൻ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു. CPOമാരായ കണ്ണൻ, അനൂപ്, പോക്സോ കോടതി ലേസൺ ഓഫീസർ CPO ഗീത എന്നിവർ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. പിഴത്തുക അടയ്ക്കുന്ന പക്ഷം ഇരയ്ക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും തുക അടച്ചില്ലെങ്കിൽ പ്രതി 20 മാസം കൂടുതൽ തടവ് ശിക്ഷ അനുഭവിക്കണമെന്നും വിധി പ്രസ്താവനയിലുണ്ട്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. മണത്തല വില്ലേജ് ഓഫീസ് അധികാരികളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണത്തല വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. KPCC മുൻ മെമ്പർ CA ഗോപപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് തെബഷീർ മഴുവഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ PV ബദറുദ്ദീൻ, MS ശിവദാസ്,
RK നൌഷാദ്, കൌൺസിലർമാരായ ബേബി ഫ്രാൻസിസ്, സുപ്രിയ രാമചന്ദ്രൻ, ഷാഹിദ പേള, കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ PP നൌഷാദ്, സൈസൺ മാറോക്കി, അനീഷ് പാലയൂർ, അഷ്റഫ് ബ്ലാങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. ആളുകൾ വന്നു പോകുന്ന ഒരു വില്ലേജ് ഓഫീസാണ് മണത്തല വില്ലേജ് ഓഫീസ്. എന്നാൽ ഒരു സാധാരണക്കാരൻ രാവിലെ 10 മണിക്ക് ഈ ഓഫീസിൽ വന്നാൽ ആ സാധാരണക്കാരൻ മടങ്ങിപ്പോകുന്നത് 2-2:30 മണിക്കാണ് മടങ്ങിപ്പോകുന്നത്. അത്രയധികം ആളുകളുടെ തിരക്കാണ് ഈ മണത്തല വില്ലേജ് ഓഫീസിൽ. എന്നാൽ ഈ വില്ലേജ് ഓഫീസിന്റെ സ്റ്റാഫ് പാറ്റേൺ പ്രകാരം 6 ജീവനക്കാർ പ്രവർത്തിക്കേണ്ട വില്ലേജ് ഓഫീസിൽ കേവലം 3 പേരാണ്. വെളിയങ്കോട് പഞ്ചായത്ത് ഭരണം തികഞ്ഞ പരാജയമെന്നാരോപിച്ച് LDF നേതൃത്വത്തിൽ ഓഫീസിന് മുന്നിൽ സമരം നടത്തി. വികസന കാര്യങ്ങളിൽ അലംഭാവം തുടർന്നാൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് LDF ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കുത്തിപ്പൊളിച്ചിട്ട റോഡുകൾ പുനർനിർമ്മിക്കാൻ വാട്ടർ അതോറിറ്റി തയ്യാറാകാതിരുന്നിട്ടും ഭരണസമിതി നിസ്സംഗത പാലിക്കുന്നതിലും പഞ്ചായത്ത് ജനസേവാ കേന്ദ്രത്തിൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നതിലും ജലജന്യ രോഗങ്ങൾ പടർന്നിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താത്തതിനും പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് MCF ഇല്ലാത്തതും ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് LDF അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പ്രസിഡന്റിന്റെ ഏകാധിപത്യ പ്രവണതകൾ മൂലം ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളെ വട്ടം ചുറ്റിക്കുകയാണെന്നും മെമ്പർമാർ ആരോപിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിന് ഹുസൈൻ പാടത്തക്കായൽ, സയ്യിദ് പുഴക്കര, മുസ്തഫ മുക്രിയകത്ത് എന്നിവർ നേതൃത്വം നൽകി. ഈ കഴിഞ്ഞ 1.5 വർഷക്കാലയളവിനുള്ളിൽ 2.5 കോടിയോളം രൂപ സ്പില്ലോവറായി കിടക്കുക. എന്താണ് അതിന് കാരണം? ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഞങ്ങൾ പലതവണ ആവശ്യപ്പെട്ടതാണ്. അടിയന്തരമായി പഞ്ചായത്ത് കരാർ പ്രകാരമുള്ള കാലാവധിക്ക് ഉള്ളിലായി ഈ പണികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയോ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെയോ ഇരുത്തി വെറുതെ ആളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംസാരം മാത്രമായിട്ട് കാണുന്നത്. ആ പണി പൂർത്തീകരിച്ചാലാണ് പഞ്ചായത്തിലെ പാശ്ചാത്തല മേഖലയിലെ ഈ പണി എത്രയും പെട്ടെന്ന് നമുക്ക് അവസാനിക്കാൻ കഴിയുള്ളൂ. കാണിപ്പയ്യൂരിൽ പേവിഷബാധ ലക്ഷണങ്ങളോടെയുള്ള കുറുനരിയെ ചത്ത നിലയിൽ കണ്ടെത്തി. എരുമപ്പെട്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി കുറുനരിയെ കൊണ്ടുപോയി. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലീഹായുടെയും ഈശോയുടെ തിരുഹൃദയത്തിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. രാവിലെ ദിവ്യബലിയെ തുടർന്ന് വികാരി ഫാദർ ഷാജു ഊക്കൻ കൊടിയേറ്റം നിർവഹിച്ചു. സഹവികാരി ഫാദർ ജോയൽ ചിറമൽ, ഡീക്കൻ ജിനിൽ കൂത്തൂർ എന്നിവർ തിരുകർമ്മങ്ങൾക്ക് സഹകാർമ്മികരായി. കൈക്കാരന്മാരായ KR ജിൻസൺ, KL ജോൺസൺ, PA വർഗീസ്, KF സൈമൺ, തോമസ് നാമധാരികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജൂലൈ 3-ന് ദുക്രാന തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി രാവിലെ 6-നും 7:30-നും ദിവ്യബലി, 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. ഫാദർ തോമസ് എടക്കളത്തൂർ മുഖ്യ കാർമ്മികനാകും. ഫാദർ ഡേവി കാവുങ്കൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ഇടവക വിശ്വാസികൾ അണിനിരക്കുന്ന ഭക്തി നിർഭരമായ പ്രദക്ഷിണവും നേർച്ച പായസ വിതരണവും നടക്കും. രാത്രി 7 മണി മുതൽ മൂവാറ്റുപുഴ ഏഞ്ചൽ വോയ്സ് അവതരിപ്പിക്കുന്ന ബാൻഡ് വാദ്യം, സ്റ്റേജ് ഷോയും ഉണ്ടായിരിക്കും. ചാവക്കാട് നഗരസഭ ഖരമാലിന്യ സംസ്കരണശാലയിലെ മാലിന്യ കൂമ്പാരം ചീഞ്ഞളിഞ്ഞുള്ള ദുർഗന്ധം മൂലം പരിസരവാസികൾ ബുദ്ധിമുട്ടുന്നതായി പരാതി. ചാവക്കാട് മണത്തല ഐനിപ്പുള്ളി പരപ്പിൽ താഴത്ത് സ്ഥിതി ചെയ്യുന്ന ഖരമാലിന്യ സംസ്കരണശാലയിൽ നിന്നാണ് ദുർഗന്ധം വമിക്കുന്നത്. മഴക്കാലമായതോടെ ദുരിതം നിറഞ്ഞ ജീവിതം നയിക്കേണ്ട അവസ്ഥയാണ് സംസ്കരണശാല പരിസരവാസികൾക്ക്. മഴ മൂലം കെട്ടിക്കിടക്കുന്ന മലിനജലം കുടിവെള്ളത്തിൽ കലരുന്നതായും ഇവർ പറയുന്നു. ഇവിടെ നിന്നും ഒഴുകിയെത്തുന്ന മലിനജലം സമീപത്തെ കായലിലേക്കും സമീപമുള്ള വീടുകളിലെ കിണറുകളിലേക്കും ഒഴുകിയെത്തുന്നുണ്ട്. പകർച്ചവ്യാധികൾ പരത്തുന്ന കൊതുകുകളുടെ ശല്യവും രൂക്ഷമാണ്. നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പരിസരവാസികൾ പറയുന്നു. എല്ലാവരും അല്ലെങ്കിൽ ഇതിന് ഒരു ഇത് വരണ്ടേ, അല്ലാണ്ട് ഈ സാധനം ഇതേപോലെ കൊടുത്തിട്ടിട്ട് കാര്യമില്ലല്ലോ. കാര്യമില്ല. അവിടുന്ന് വെള്ളം വരുന്ന സ്ഥലമാണ്. ആ വെള്ളം വരുന്ന സ്ഥലത്ത് ആരും ഒന്നും ചെയ്യണില്ല, ഒക്കെ പാർട്ടിക്കാരാണ്. ഇത് നോക്കിയേ, ഈ സാധനമൊക്കെ ഇത് എന്നിട്ട് നിൽക്കണം എല്ലാ കാര്യത്തിലും. അപ്പം ആരെന്താ ചെയ്യണം? എത്രയും പെട്ടെന്ന് ദുരിത ജീവിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പരിസരവാസി കാളിടകത്ത് ബാബുവിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തിലെ മുഴുവൻ പേരുടെയും ഒപ്പ് ശേഖരണം നടത്തി കളക്ടർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. എനിക്കാണെന്ന് തന്നെ ശ്വാസം മുട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ ഇല്ലാത്ത അസുഖമാണ്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ശ്വാസം മുട്ട് തുടങ്ങിയിട്ട് ഡോക്ടറെ അടുത്ത് പോകുന്നുണ്ട്. പിന്നെ ഈ പരിസരത്തുള്ള കുട്ടികൾക്ക് ചൊറിച്ചിലും പിന്നെ പനി, ജലദോഷം, വയറിളക്കം എന്നുള്ള അസുഖങ്ങൾ ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി തുടങ്ങി. മുനിസിപ്പാലിറ്റിയിൽ 2 പ്രാവശ്യമായിട്ട് കംപ്ലയിൻറ്റ് ചെയ്ത് ഇതുവരെ അവരൊരു നടപടി എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരെല്ലാം
ഒരു ഒപ്പുശേഖരണം നടത്തിയിട്ട് തൃശ്ശൂർ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ നാളെ ഇന്ന് വരെ ഒരു CCTV ന്യൂസ് ചാവക്കാട്. കടവല്ലൂർ കടങ്ങോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തിപ്പിലിശ്ശേരി പന്നിത്തരം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പള്ളിക്കുളം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സമരവും ധർണയും നടത്തി. വർഷങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താതെ കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് MM മഹേഷ് അധികാരികളോട് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ബിനി സുഭാഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പറും യൂത്ത് കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റുമായ MH ഹക്കീം, നിഹാൽ, ഷഹബാസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ മുസ്തഫ, അമീൻ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. പെങ്ങാമുക്ക് കരിച്ചാൽ റോഡിന് സമീപം കാനയിൽ മാലിന്യങ്ങൾ നിറയുന്നു. ഈ ഭാഗത്ത് മഴവെള്ളം ഒഴുകിപ്പോകാതെ കാനയിൽ കെട്ടിക്കിടക്കുകയാണ്. വെള്ളത്തോടൊപ്പം മാലിന്യം കൂടി നിറഞ്ഞത് നാട്ടുകാരെ വലയ്ക്കുകയാണ്. 5 വർഷം മുൻപ് പാറേമ്പാടം ആറ്റുപുറം റോഡ് നവീകരണത്തോടൊപ്പമാണ് ഇവിടെ കാന നിർമ്മിച്ചത്. നിർമ്മാണത്തിലെ അപാകത അന്ന് നാട്ടുകാർ സൂചിപ്പിച്ചിരുന്നു. സമീപത്ത് കലുങ്ക് നിർമ്മിച്ചെങ്കിലും സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിലൂടെ വെള്ളം പാടത്തേക്ക് ഒഴുകിപ്പോകുന്ന രീതിയിലാണ് അന്ന് കാന നിർമ്മിച്ചത്. സ്വകാര്യ വ്യക്തി ഈ ഭാഗം അടച്ചുകെട്ടിയതോടെ വെള്ളം കാനയിൽ കെട്ടിക്കിടക്കുന്നത് പതിവായി. കാന പുനർനിർമ്മിച്ച് വെള്ളം കലുങ്ക് വഴി ഒഴുകിപ്പോകുന്ന രീതിയിൽ നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കോൺഗ്രസ് നേതൃത്വത്തിൽ കാട്ടകാമ്പാൽ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. നടുമുറി സെന്ററിൽ നിന്ന് ചിറക്കൽ സെന്ററിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. തുടർന്ന് നടത്തിയ യോഗം കോൺഗ്രസ് നേതാവ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ഇടത് ഭരണാധികാരികളുടെ നിസ്സംഗതയാണ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്ന് K ജയശങ്കർ പറഞ്ഞു. കോൺഗ്രസ് ഭാരവാഹികളായ NM റഫീഖ്, ബിജോയ് B തോലത്ത്, ശശീധരൻ കണ്ടംപുള്ളി, KV മണികണ്ഠൻ, ജനാർദ്ദനൻ അതിയാരത്ത്, KM രാജു, KK രവി, ലക്ഷ്മി പനോക്കിൽ, പ്രസന്ന തേറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കടങ്ങോട് പഞ്ചായത്ത് കവുങ്ങിൻ തൈകൾ വിതരണം ചെയ്തു. 3 വർഷം കൊണ്ട് വിളവ് ലഭിക്കുന്ന മോഹിത് നഗർ ഇനത്തിൽപ്പെട്ട 5000 തൈകളാണ് പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്തത്. 1,75,000 രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം MK ശശീധരൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ബിബിൻ പൌലോസ് പദ്ധതി വിശദീകരണം നടത്തി. കൃഷി അസിസ്റ്റന്റ് PV രമേശ് കവുങ്ങുകളുടെ പരിപാലനത്തെക്കുറിച്ച് സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ PA മുഹമ്മദ് കുട്ടി, MV ധനീഷ്, കൃഷി അസിസ്റ്റന്റുമാരായ K മുരുകേശൻ, NJ ജോഷി എന്നിവർ പങ്കെടുത്തു. വടക്കേക്കാട് തിരുവളയന്നൂരിൽ യുവാവ് വീട് കയറി ദമ്പതികളെയും മകനെയും ആക്രമിച്ചതായി പരാതി. സംഭവത്തിൽ പോലീസ് നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. പരിക്കേറ്റ മേലിട്ട് 72 വയസ്സുകാരൻ തോമസ് എന്ന ജോണി, ഭാര്യ 67 വയസ്സുള്ള റോസ്ലി, മകൻ 36 വയസ്സുള്ള റിജോൺ എന്നിവർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന് പരിക്കേറ്റവരും നാട്ടുകാരും ആരോപിച്ചു. ഞായറാഴ്ച രാത്രി 8:30യോടെയാണ് അയൽവാസി തോമസിന്റെ വീട്ടിൽ കയറി അതിക്രമം കാട്ടിയെന്ന് പരാതിയിൽ പറയുന്നത്. തോമസിനെ മുറ്റത്തേക്ക് വലിച്ചിട്ട് മർദ്ദിക്കുന്നതുകണ്ട് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് റോസ്ലിയെ തള്ളിയിട്ടതെന്ന് പറയുന്നു. വീഴ്ചയിൽ ഇവരുടെ തലയ്ക്ക് പരിക്കേറ്റു. വിവരമറിഞ്ഞെത്തിയ റിജോണിനെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. പരിക്കേറ്റ കുടുംബവും വാർഡ് മെമ്പറും ഉൾപ്പെടെ പരിസരവാസികളും ഒപ്പിട്ട പരാതി തിങ്കളാഴ്ച വടക്കേക്കാട് പോലീസിൽ നൽകിയെങ്കിലും അക്രമിയെ വിളിപ്പിച്ച് താക്കീത് നൽകി വിടുകയായിരുന്നു. പരാതി നൽകിയ വിരോധത്തിൽ വൈകിട്ട് 6 മണിയോടെ റിജോൺ ജോലി ചെയ്യുന്ന നമ്പാടൻ ഗ്യാസ് ഏജൻസിയിലെത്തി വീണ്ടും ആരോപണ വിധേയൻ ആക്രമിച്ചതായും ആക്ഷേപമുണ്ട്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതം പോലീസിൽ വീണ്ടും പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. CCTV ന്യൂസ് പുന്നേർകുളം. നെല്ലുവായ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച തായം കളി മത്സരം സമാപിച്ചു. ഫൈനലിൽ സെബി മണ്ടൻപറമ്പ് ടീമിനെ പരാജയപ്പെടുത്തി ഫ്രണ്ട്സ് വെള്ളറക്കാട് ജേതാക്കളായി. വിജയികൾക്ക് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ് സമ്മാനദാനം നിർവഹിച്ചു. സുശാന്ത് നെല്ലുവായ് അധ്യക്ഷനായി. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, പഞ്ചായത്ത് അംഗം MK ജോസ് എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി ഹരി നെല്ലുവായ്, ക്ലബ്ബ് അംഗങ്ങളായ ബാലൻ, ജിനു, ഷിഹാബ്, സുലൈമാൻ, രാജൻ, മുത്തു എന്നിവർ നേതൃത്വം നൽകി. വിജയികൾക്ക് 1ാം സമ്മാനം ട്രോഫിയും 40,000 രൂപയും 2ാം സമ്മാനം 20,000 രൂപയും ട്രോഫിയും സമ്മാനിച്ചു. അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസം അനുഭവിച്ച വേലൂർ മണിമലർക്കാവ് നെല്ലിക്കൽ വിജയനെ BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി ആദരിച്ചു.
രാജ്യത്തെ നിശ്ചലമാക്കി അന്ധകാരത്തിലേക്ക് തള്ളിവിട്ട കോൺഗ്രസ് സർക്കാരിന്റെ അധികാര ദുർവിനിയോഗത്തിനെതിരെ പ്രതികരിച്ച നെല്ലിക്കൽ വിജയൻ 2.5 മാസത്തോളമാണ് ജയിൽവാസം അനുഭവിച്ചത്. ബിജെപി വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ അധ്യക്ഷനായി. മണ്ഡലം വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് ഇൻചാർജറുമായ ഉണ്ണികൃഷ്ണൻ അമ്മാത്ത് ഉദ്ഘാടനം ചെയ്തു. ആദരവ് ഏറ്റുവാങ്ങി ജയിലിലെ തിക്താനുഭവങ്ങൾ പങ്കുവച്ചു. പഞ്ചായത്ത് കമ്മിറ്റിക്ക് നന്ദി പറഞ്ഞ് നെല്ലിക്കൽ വിജയൻ മറുപടി പ്രസംഗം നടത്തി. ചടങ്ങിൽ സൗപർണിക ഉണ്ണികൃഷ്ണൻ, മുകുന്ദൻ വേലൂർ, മറ്റ് മുതിർന്ന ചുമതലക്കാരും സംസാരിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ സ്വാഗതവും കമ്മിറ്റി വൈസ് പ്രസിഡന്റ് രഞ്ജീവ് കുറവന്നൂർ നന്ദിയും പറഞ്ഞു. അന്നൂർ ദിവ്യദർശൻ ഓൾഡ് ഏജ് ഹോമിലുള്ള അന്തേവാസികൾക്ക് പുതപ്പുകൾ വിതരണം ചെയ്തു. ഡോക്ടർ ഉഷ സുഗുണൻ, വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMKക്ക് പുതപ്പുകൾ കൈമാറി. ചടങ്ങിൽ ദിവ്യദർശൻ ഓൾഡ് ഏജ് ഹോം ഡയറക്ടർ ഫാദർ ജോസഫ് താഴത്തേൽ, വാർഡ് മെമ്പർ M ഗിരീഷ്, സുഗുണൻ മുള്ളത്ത് എന്നിവർ പങ്കെടുത്തു. പോർക്കുളം ഗ്രാമപഞ്ചായത്തിൽ പൂക്കൃഷി വികസനം എന്ന പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. 2024-25 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം സമഗ്ര കാർഷിക വികസന പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജിഷ ശശി അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC കുഞ്ഞൻ, ബ്ലോക്ക് മെമ്പർ സിന്ധു ബാലൻ, വാർഡ് മെമ്പർമാരായ രജനി പ്രേമൻ, വിജിത പ്രജി, നിമിഷ വിഗീഷ്, സുധന്യ സുനിൽകുമാർ, CDS ചെയർപേഴ്സൺ ശ്രീജ മണികണ്ഠൻ, JLG കോർഡിനേറ്റർ പ്രസീത സന്തോഷ് എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ പ്രശാന്ത് സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. 18,600 ചെണ്ടുമല്ലി തൈകളാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിതരണം ചെയ്യുന്നത്. പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും ചെണ്ടുമല്ലി പൂക്കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ 2 വർഷമായി വിജയകരമായി പദ്ധതി നടത്തുന്നത്. മന്നലാംകുന്ന് EMS ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആദര സമ്മേളനം ഒരുക്കി. പ്രദേശത്തെ SSLC +2 പരീക്ഷകളിൽ വിജയികളായ വിദ്യാർത്ഥികളെയും മന്നലാംകുന്ന് GF UP സ്കൂളിലെ LSS സ്കോളർഷിപ്പിന് അർഹത നേടിയ മുഹമ്മദ് നസ്ബാനെയും ഉപഹാരം നൽകി ആദരിച്ചു. മന്നലാംകുന്ന് നന്മ ഹാളിൽ നടന്ന ചടങ്ങ് കേരള പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ അംഗം TK ഗാദർ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് മുനിസിപ്പൽ കൌൺസിലർ രഞ്ജൻ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം TA ആയിഷ, NK ഗോപി, VK ഇർഷാദ്, TS ഷാജി, PM മുസ്താഖ്, CM സനഫു, PM ഖാലിദ്, VK ഇദായത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഫൗണ്ടേഷൻ സെക്രട്ടറി PM ഷിഹാബ് സ്വാഗതവും PM നാസർ നന്ദിയും പറഞ്ഞു. മാതാവിന്റെ ഓർമ്മ ദിനത്തിന്റെ ഭാഗമായി കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ യൂണിഫോം നൽകി കുടുംബാംഗങ്ങൾ. കാക്കശ്ശേരി ഇരിങ്ങപ്പുറത്ത് ഗോപാലന്റെ ഭാര്യ അമ്മിണിയുടെ 1ാം ചരമവാർഷിക ദിനത്തിലാണ് യൂണിഫോം വിതരണം സംഘടിപ്പിച്ചത്. സ്കൂളിൽ നടന്ന യൂണിഫോം വിതരണം എളവള്ളി ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ KD വിഷ്ണു അധ്യക്ഷനായി. RA അബ്ദുൾ ഹക്കീം, KG സുരേഷ് ബാബു, പ്രധാന അധ്യാപകൻ K സജീന്ദ്രമോഹൻ, പ്രിൻസി തോമസ്, ജിനി പോൾ, നിജി ജോസഫ് എന്നിവർ സംസാരിച്ചു. അമ്മിണിയുടെ കുടുംബാംഗങ്ങളായ KG നന്ദനൻ, KG ഷൺമുഖൻ, KG ദേവകി, KS അനീക്, സുജ ഷൺമുഖൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഗുരുവായൂർ ആനത്താവളം നിലവിൽ വന്ന 49 വർഷം തികഞ്ഞതിന്റെ സന്തോഷ സൂചകത്തിൽ കരിവീരന്മാരുടെ വയറ് നിറച്ച് റിട്ടയേർഡ് ഉദ്യോഗസ്ഥർ. ആനത്താവളവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്ത് വിരമിച്ച ജീവനക്കാരും ഉദ്യോഗസ്ഥരുമാണ് ഗൃഹപ്രവേശം അവിസ്മരണീയമാക്കിയത്. ആനത്താവളത്തിലെ 38 ആനകൾക്കും വിഭവസമൃദ്ധമായ ഊട്ടാണ് നൽകിയത്. മതപ്പാടിൽ തളച്ചിരുന്ന കൊമ്പന്മാർക്കും ഊട്ടു നൽകി. റിട്ടയേർഡ് ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ M അരവിന്ദാക്ഷൻ കൊമ്പൻ ജൂനിയർ വിഷ്ണുവിനെ തണ്ണിമത്തനും ചോറൂരിലയും നൽകി ആനയൂട്ട് ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം വിരമിക്കുന്ന പാപ്പാൻ E രാഘവൻ, വനിതാ അസിസ്റ്റന്റ് മാനേജർ E ബീന എന്നിവരെ ആദരിച്ചു. 1955 ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തുള്ള സാമൂതിരി കോവിലകം പറമ്പിൽ നിന്ന് 3 കിലോമീറ്റർ മാറിയുള്ള പുന്നത്തൂർ കോവിലകം പറമ്പിലേക്ക് ആനത്താവളം മാറ്റിയത്. ഗുരുവായൂർ കേശവനടക്കമുള്ള ആനകൾ ഘോഷയാത്രയായി എത്തിയാണ് അന്ന് ഗൃഹപ്രവേശനം കെങ്കേമമാക്കിയത്. അന്ന് 25 ആനകളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. പുന്നത്തൂർ രാജകുടുംബം വക 9 ഏക്കർ 75 സ്ഥലവും കോവിലകവും 1,60,000 രൂപയ്ക്ക് വാങ്ങിയാണ് ആനത്താവളം അങ്ങോട്ട് മാറ്റിയത്. പിന്നീട് തൊട്ടടുത്ത കുറച്ചുകൂടി സ്ഥലങ്ങൾ ദേവസ്വം ഏറ്റെടുത്തു. ആദ്യം വന്ന ആനകളിൽ നന്ദിനി, ദേവി, രാധാകൃഷ്ണൻ എന്നിവ ഇപ്പോഴും ആനത്താവളത്തിലുണ്ട്. ആനത്താവളത്തിന് 50 വയസ്സ് പൂർത്തിയാകുന്ന അടുത്ത വർഷം വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് സംഘാടക സമിതിയുടെ തീരുമാനം. CCTV ന്യൂസ്, ഗുരുവായൂർ. ഹരിതസമേതം പദ്ധതിയുടെ ഭാഗമായി വയലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും വിത്തുബോർഡുകൾ തയ്യാറാക്കുന്നു.
തയ്യാറാക്കുന്ന വിത്തുബോളുകൾ ജൂലൈ 4-5 തീയതികളിൽ ഞാറ്റുവേല സമയത്ത് നിക്ഷേപിക്കും. വിത്തുബോളുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്ലാസുകൾക്ക് കോർഡിനേറ്റർമാരായ AACC ജോളി ജോസ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന അധ്യാപകൻ ജിയോ ജോർജ് ഹരിതസമേതം പോസ്റ്റർ സ്കൂൾ ലീഡർ ആൻവിലിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്താണ് ഹരിതസമേതം പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തും കരിയന്നൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S. വസന്തലാൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ നാഷണൽ ആയുഷ് മിഷൻ DPM ഡോക്ടർ ശരണ്യ ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, യോഗ ഇൻസ്ട്രക്ടർ TR രജിത എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള കരിയന്നൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ബോധവൽക്കരണ ക്ലാസും യോഗ പരിശീലനം നടത്തുന്നവരുടെ യോഗ പ്രദർശനവും നടന്നു. ഇസ്ലാമിക പ്രബോധന വീഥിയിൽ കേരളം മുസ്ലിങ്ങൾക്ക് ദിശാബോധം പകർന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പിറവിയെടുത്തിട്ട് 98 വർഷം. ഇസ്ലാമിക വിഷയങ്ങളിൽ അവഗാഹമുള്ള 40 പണ്ഡിത സഭയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പരമോന്നത സമിതി നയിക്കുന്നത്. നവീനവാദങ്ങളെയും വ്യാജ തുരീഖത്തുകളുടെയും പ്രതിരോധിച്ച സമസ്ത പുതിയ കാലത്ത് വൈജ്ഞാനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നേറുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രചാരണവും അതിന് ശക്തി പകരുന്ന മതഭൌതിക വൈജ്ഞാനിക നവോത്ഥാന പ്രവർത്തനങ്ങളുമാണ് കഴിഞ്ഞ കാലങ്ങളിലെ സമസ്തയുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം. സമുദായത്തിന്റെ വൈജ്ഞാനിക വളർച്ചയ്ക്കു വേണ്ടി ദേശീയവും അന്തർദേശീയവുമായ നിരവധി പദ്ധതികളാണ് പ്രസ്ഥാനം ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. അതിന്റെ ഭാഗമെന്നോണം കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിവിധ ദ്വീപുകളിലും സൗദി, കുവൈറ്റ്, ഖത്തർ, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ വിവിധ രാഷ്ട്രങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന 10,795 മദ്രസകൾക്കും നിരവധി അറബിക് കോളേജുകൾക്കും സമസ്ത നേതൃത്വം നൽകുന്നുണ്ട്. നഴ്സറി മുതൽ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വരെ പടുത്തുയർത്തി വൈജ്ഞാനിക സാമൂഹിക മുന്നേറ്റം സാധ്യമാക്കുകയാണ് സമസ്ത. 1926 ജൂൺ 26 രൂപം കൊണ്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 98ാം വാർഷികാഘോഷം വാഗാമഹലിൽ സംഘടിപ്പിച്ചു. ജുമുഅത്ത് പ്രസിഡന്റ് ഹാജി ഉമ്മർ അൻവരി പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് ഷൌക്കത്ത് അൻവരി, അസിസ്റ്റന്റ് ഖത്തീബ് അലി മുഹമ്മദ് ഹിസാൻ, മഹല്ല് സെക്രട്ടറി സൈനുദ്ദീൻ, ട്രഷറർ ഹനീഫ ഹാജി, അൻസാറുൽ മുസ്ലിം സംഘം പ്രസിഡന്റ് റസാഖ് സുന്നി, യുവജന സംഘം മണലൂർ സെക്രട്ടറി മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മധുര വിതരണവും ഉണ്ടായി. CCTV ന്യൂസ് കേച്ചേരി. അങ്ങാടിത്താഴം മുർഷിദുൽ അനാം മദ്രസ കമ്മിറ്റി ജൂൺ 26 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക ദിനം ആചരിച്ചു. ചാവക്കാട് മഹല്ല് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കാളിയത്ത് ഉദ്ഘാടനം ചെയ്തു. മുർഷിദുൽ അനാം മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് അബു സ്വാലിഹ് പതാക ഉയർത്തി. മഹല്ല് ജനറൽ സെക്രട്ടറി നൌഷാദ് അഹമു, മഹൽ ജോയിന്റ് സെക്രട്ടറി അനീഷ് പാലയൂർ, മദ്രസ കമ്മിറ്റി സെക്രട്ടറി ഷംസുദ്ദീൻ, യൂസഫ് പഞ്ചാരമുക്ക്, ഷജീർ അങ്ങാടി തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകാമ്പാൽ ചിറക്കൽ നമാ ഉൽ ഉലൂം മദ്രസയിൽ സമസ്തയുടെ 98ാം സ്ഥാപക ദിനം ആചരിച്ചു. മഹല്ല് ഖത്തീബ് അബ്ദുൾ ഹക്കീം ദാരിമിയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം മഹല്ല് പ്രസിഡന്റ് EM കുഞ്ഞുമോൻ ഹാജി പതാക ഉയർത്തി. സെക്രട്ടറി ഷമീർ, ട്രഷറർ അഷ്റഫ്, VV അബൂബക്കർ, ഷമീർ കരീം എന്നിവർ പങ്കെടുത്തു. മധുര പലഹാര വിതരണവും ഉണ്ടായി. ലഹരിക്കെതിരെ സന്ദേശമുയർത്തി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സീനിയർ കേഡറ്റുകൾ കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ SHO UK ഷാജഹാൻ ലഹരിവിരുദ്ധ സന്ദേശം നൽകുകയും ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. SPC കുന്നംകുളം സബ് ഡിവിഷൻ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ സബ് ഇൻസ്പെക്ടർ സന്തോഷ്, സ്കൂൾ പ്രിൻസിപ്പൽ റസിയ, SPCയുടെ സ്കൂൾ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ KS ഹരിദാസൻ, രജിതൻ, ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ രാഹുൽ, അഞ്ജലി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രധാനാധ്യാപിക നദീറ MA ലഹരിവിരുദ്ധ സന്ദേശം നൽകി. കുന്നംകുളം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ സിവിൽ എക്സൈസ് ഓഫീസർ ഗണേശൻ പിള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സ്കൂൾ ലീഡർ മീനാക്ഷി മണികണ്ഠൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ പാർലമെന്റും ഫ്ലാഷ് മോബും കൂട്ടനടത്തവും സംഘടിപ്പിച്ചു. പ്ലക്കാർഡ് നിർമ്മാണം, റെയിൽസ് നിർമ്മാണം എന്നിവയിൽ സമ്മാനാർഹരായവർക്ക് പുരസ്കാരങ്ങൾ നൽകി. വിമുക്തി, ഗാന്ധി ദർശൻ,
ജൂനിയർ റെഡ് ക്രോസ് എന്നിവയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടികൾക്ക് കൺവീനർ TG ഷീബ, വിമുക്തി ക്ലബ് ജോയിന്റ് കൺവീനർ KJ സുജിഷ എന്നിവർ നേതൃത്വം നൽകി. സീനിയർ അസിസ്റ്റന്റ് KK മഞ്ജുള, ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റ് ശ്രീലക്ഷ്മി KS എന്നിവർ സംസാരിച്ചു. ചൊവ്വന്നൂർ മാർത്തോമ സിറിയൻ LP സ്കൂളിൽ അധ്യാപകരുടെയും കുട്ടികളുടെയും നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ റാലി നടത്തി. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായി വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്ലക്കാർഡുകളും പോസ്റ്ററുകളും മുദ്രാവാക്യങ്ങളുമായി ചൊവ്വന്നൂർ പ്രദേശത്ത് റാലി നടത്തി. സ്കൂൾ പ്രധാന അധ്യാപിക ഷീബ CS ലഹരിവിരുദ്ധ സന്ദേശം നൽകി. അധ്യാപകരായ A ബിന്ദു ജോർജ്, ജിജി K ജോർജ്, PA അനു, E അർച്ചന എന്നിവർ നേതൃത്വം നൽകി. എടക്കഴിയൂർ RPMM UP സ്കൂളിൽ പ്രധാന അധ്യാപിക സെബന്ന ടീച്ചർ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കുട്ടികളുടെ പോസ്റ്റർ പ്രദർശനം, പ്രസംഗം, ലഹരിവിരുദ്ധ ഗാനങ്ങൾ, റാലി എന്നിവയും സംഘടിപ്പിച്ചു. നജീബ്, വിജോ, രാമദാസ് മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക ലഹരിവിരുദ്ധ ദിനത്തിൽ തൃശൂർ മനക്കൊടി സ്വദേശി ഷിംജോ ജെയിംസിന്റെ നല്ല ഭാവിക്കായി എന്ന മലയാള ഗാനം ശ്രദ്ധ പറ്റുന്നു. കലാലയങ്ങളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരായി യുവജനങ്ങളെയും സമൂഹത്തെയും സർക്കാരിനെയും നീതിന്യായ വ്യവസ്ഥയെയും അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നല്ല ഭാവിക്കായി എന്ന ഗാനം ജനങ്ങളിലേക്ക് എത്തിച്ചതെന്ന് ഷിംജോ ജെയിംസ് പറഞ്ഞു. പ്രസന്നൻ വെങ്കോടാണ് വരികൾ തയ്യാറാക്കിയത്. ഗായിക അജിത സമാമിന്റെ ആലാപനവും ഏറെ പ്രശംസ പറ്റുന്നു. വീഡിയോ ചിത്രീകരണത്തിന് വിനോദ് പൂജപ്പുര നേതൃത്വം വഹിച്ചു. ബ്രഹ്മകുളം VR അപ്പുമാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ NCC സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ദിനാചരണത്തിൽ ഗുരുവായൂർ SI നന്ദൻ K മാധവൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചാവക്കാട് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KC അനന്തൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികളുടെ സൈക്കിൾ റാലിയും ഉണ്ടായിരുന്നു. സ്കൂൾ മാനേജർ VB ഹീരലാൽ, പ്രിൻസിപ്പൽ ജിതമോൾ P പുല്ലേലി, NSS കോർഡിനേറ്റർ M ജിഷ, ഗൈഡ് ക്യാപ്റ്റൻ TR രഞ്ജി, സൗഹൃദ കോർഡിനേറ്റർ G പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. ജീവിതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ആത്മവിശ്വാസവും ലക്ഷ്യബോധവും നഷ്ടപ്പെട്ടതാണ് ലഹരിയിലേക്ക് ആകർഷിക്കപ്പെടുന്ന പ്രധാന കാരണമെന്ന് യുദ്ധസേവാ മെഡൽ ജേതാവ് ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യൻ അഭിപ്രായപ്പെട്ടു. 24 കേരള ബറ്റാലിയൻ NCCയുടെ ജില്ലാതല ലഹരിവിരുദ്ധ ദിനാചരണം ഗുരുവായൂർ തൈക്കാട് VR അപ്പുമാസ്റ്റർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർഡ് കൗൺസിലർ ഷിൽവ ജോഷി അധ്യക്ഷത വഹിച്ചു. 24 കേരള ബറ്റാലിയൻ മേജർ PJ സ്റ്റൈജു ലഹരിവിരുദ്ധ സന്ദേശം നൽകി. സ്കൂൾ മാനേജർ VG ഹീരലാൽ, പ്രിൻസിപ്പൽ ജിതമോൾ P പുല്ലേലി, സൈനികരായ ഷംസുൽ റഹ്മാൻ, TR രഞ്ജിഷ്, ലഫ്റ്റനന്റ് K അബ്ദുൾ അസീസ്, പ്രധാനാധ്യാപിക ചിത്ര R നായർ തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സൺസ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പ്രധാനാധ്യാപിക ജെൻസി KS ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിമുക്തി ക്ലബ്ബ് കോർഡിനേറ്റർ ഹാൻഡോ തരകൻ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അവതരിപ്പിച്ച ലഹരിവിരുദ്ധ മൈമും വിമുക്തി ക്ലബ്ബ് അംഗങ്ങളുടെ ഫ്ലാഷ് മോബും ദഫ്മുട്ടും ഉണ്ടായിരുന്നു. സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പ്ലക്കാർഡുകളേന്തി ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലി നടത്തി. അധ്യാപകരായ സാംസി സക്കറിയ, അലൻ സ്ലീബ സുനീഷ്, അനു PL, വിദ്യാർത്ഥികളായ ജോഫിൻ K ജോഷി, മുഹമ്മദ് ആദിൽ, സ്പർശസ് മേനോൻ എന്നിവർ നേതൃത്വം നൽകി. ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുത്തു. വിദ്യാർത്ഥി പ്രതിനിധി സ്കൂൾ ലീഡർ മറിയം റോസ് ടോളി ലഹരിവിരുദ്ധ സന്ദേശം പങ്കുവച്ചു. റെഡ് ക്രോസിന്റെയും ഗൈഡ്സിന്റെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥിനികൾ ലഹരിവിരുദ്ധ റാലി, സ്കിറ്റ്, ഫ്ലാഷ് മോബ് എന്നിവ അവതരിപ്പിച്ചു. സെന്റ് ജോസഫ് ആശുപത്രിക്ക് മുൻപിലായാണ് ഫ്ലാഷ് മോബ് നടന്നത്. സമീപത്തെ കച്ചവട സ്ഥാപനങ്ങളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ നോട്ടീസുകൾ വിതരണം ചെയ്തു. കുട്ടികൾക്കായി ലഹരിവിരുദ്ധ പോസ്റ്റർ മത്സരം സംഘടിപ്പിച്ചിരുന്നു. വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അധ്യാപകരായ സിന്ധു കുഴിവേലിൽ, പ്രിയ, ടീന, സിസ്റ്റർ ജീസ് റോസ്, ബിനി, ജിഷ എന്നിവർ നേതൃത്വം നൽകി. മരത്തംകോട് മാർ പീലിക്സിനോസ് മെമ്മോറിയൽ വിദ്യാലയത്തിൽ നടന്ന ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം സിവിൽ എക്സൈസ് ഓഫീസർ K ലത്തീഫ്, ഹെൽത്ത് ഓഫീസർ പ്രസന്നൻ എന്നിവർ നേതൃത്വം നൽകി. 150-ൽ പരം രക്ഷിതാക്കൾ പങ്കെടുത്തു. PTA പ്രസിഡന്റ് പ്രദീപ് KA അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക CP ലൈലിക, MPTA പ്രസിഡന്റ് സന്ധ്യ, സ്റ്റാഫ് സെക്രട്ടറി ഫാദർ സജി കുളങ്ങാട്ടിൽ, അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അക്കിക്കാവ് റോയൽ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS വോളണ്ടിയർ കൃഷ്ണദേവ് സംവിധാനം ചെയ്ത് റോയൽ കോളേജ് വിദ്യാർത്ഥികളും അധ്യാപകരും അഭിനയിച്ച ഡോപ്ലെസ് എന്ന ടെലിഫിലിം ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്രദർശിപ്പിച്ചു. സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പാവറട്ടി, ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂൾ, സീനിയർ സെക്കൻഡറി സ്കൂൾ മറവഞ്ചേരി, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എരുമപ്പെട്ടി എന്നീ സ്കൂളുകളിലാണ് പ്രദർശിപ്പിച്ചത്. NSS വോളണ്ടിയർമാർ നേതൃത്വം നൽകി. റോയൽ എഞ്ചിനീയറിംഗ് കോളേജ് NSS യൂണിറ്റാണ് ടെലിഫിലിം നിർമ്മിച്ചത്. ടെലിഫിലിം യൂട്യൂബിൽ റിലീസായി ഇതിനകം വൻ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ക്ലബിന്റെയും സാമൂഹ്യശാസ്ത്രം ക്ലബിന്റെയും JRCയുടെയും നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണം നടത്തി.
സ്പെഷ്യൽ അസംബ്ലിയിൽ PTA പ്രസിഡന്റ് കെ ചന്ദ്രദാസിന്റെ അധ്യക്ഷതയിൽ പ്രധാന അധ്യാപിക കെ ഗിരിജ സ്വാഗതം പറഞ്ഞു. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അസംബ്ലിയിൽ പ്രത്യേകം സംഘടിപ്പിച്ച സ്കൂൾ പാർലമെന്റിൽ പോലീസ് ഇൻസ്പെക്ടർ പി സംഗീത് കുട്ടികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. എക്സൈസ് വിഭാഗം പ്രിവന്റീവ് ഓഫീസർ ET രാജേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഫ്ലാഷ് മോബ്, നൃത്താവിഷ്കാരം, മൈം എന്നിവയും ഉണ്ടായി. ചിറമനേങ്ങാട് കോൺകോഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം എരുമപ്പെട്ടി സബ് ഇൻസ്പെക്ടർ U മഹേഷ് നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. സയൻസ് ക്ലബ്ബ്, NSS, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്, ബുൾബുൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂൾ മാനേജർ RM ബഷീർ, പ്രിൻസിപ്പാൾ PM ഹംസ, സയൻസ് ക്ലബ്ബ് കൺവീനർ ജിസ്മി, ക്ലബ്ബ് മെമ്പർമാരായ അസ്ന, മിഥില, നീതു എന്നിവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ സന്ദേശം അടങ്ങിയ പ്ലക്കാർഡ് പ്രദർശനവും റോൾ പ്ലേ, ടേബ്ലോ എന്നിവയും അവതരിപ്പിച്ചു. മരത്തംകോട് മാർ പിയലക്സിനോസ് മെമ്മോറിയൽ വിദ്യാലയത്തിൽ രാവിലെ നടത്തിയ പ്രത്യേക അസംബ്ലിയിൽ പ്രധാനാധ്യാപിക ലൈലിക ടീച്ചർ സന്ദേശം നൽകി. കൂടാതെ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും റാലിയും സംഘടിപ്പിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ഫാദർ സജി കുളങ്ങാട്ടിൽ, അധ്യാപകരായ ജിന ജോൺ കെ, സ്റ്റെഫി സണ്ണി, സ്നേഹ വിൽസൺ, ലിന ES എന്നിവർ പ്രസംഗിച്ചു. സീനത്ത് CM, റിൻസി സി ബോസ്, അനു PB, സോന ജോസ്, ഡെയ്സി, ലിജിൻ PS, മധു എന്നിവർ നേതൃത്വം നൽകി. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നിയമസഭാ നടപടികളുടെ മാതൃക അവതരിപ്പിക്കുകയും ലഹരിക്കെതിരെ പ്രമേയം പാസാക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷ നേതാവും മറ്റ് സഭാംഗങ്ങളുമായി വേഷപകർച്ച നടത്തിയ കുട്ടികൾ ലഹരിക്കെതിരെ പ്രസംഗിച്ചു. തുടർന്ന് NSS ലീഡർ അനുപമ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. NSS യൂണിറ്റ് എക്സൈസിന്റെ വിമുക്തി മിഷനുമായി സംയോജിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുന്നംകുളം സിവിൽ എക്സൈസ് ഓഫീസർ ലത്തീഫ് K, പൊളിറ്റിക്സ് അധ്യാപകൻ ഡോക്ടർ അജിത് TT, പ്രിൻസിപ്പൽ ഇൻചാർജ് ബീന A, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ വിനീത NA എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ പ്രസംഗം, സമൂഹഗാനം, ഫ്ലാഷ് മോബ് എന്നിവ അവതരിപ്പിച്ചു. ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ പ്ലക്കാർഡുകളിലൂടെ വിദ്യാർത്ഥികൾ പ്രദർശിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, അധ്യാപകരായ പ്രീത ഗോവിന്ദൻ, സിജ ജോസഫ്, സൗമ്യ P എന്നിവർ നേതൃത്വം നൽകി. എയ്യാൽ നിർമ്മലമാത കോൺവെന്റ് സ്കൂളിൽ 1 മുതൽ 8 വരെ ക്ലാസുകളിലെ കുട്ടികൾ പ്ലക്കാർഡുകളേന്തി പ്രദേശത്ത് മാർച്ച് അഗെയിൻസ്റ്റ് ഡ്രഗ് നടത്തി. 200-ലധികം കുട്ടികൾ പങ്കെടുത്തു. പന്നിത്തടം സെന്ററിൽ തെരുവ് നാടകവും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. അധ്യാപകരായ ജീജ, ദിവ്യ, ജെബിൻ, ശിവദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂളിലെ സയൻസ് ഡിപ്പാർട്ട്മെന്റാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തത്. പ്രിൻസിപ്പൽ സിസ്റ്റർ ജിയോ തെരേസ, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലസ്സി റോസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. കേരള പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയും കുണ്ടന്നൂർ സെന്റ് ജോസഫ് സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച ദിനാചരണത്തിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ അച്യുതൻകുട്ടി നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുഖ്യാതിഥികളായി സെന്റ് ജോസഫ് സ്കൂൾ മാനേജർ ഫാദർ സെബി കാവലക്കാട്ടും സംസ്ഥാന സെക്രട്ടറി N ഷാജി തോമസും പങ്കെടുത്തു. ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ഓർമ്മമരം പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ സെക്രട്ടറി മിഷ സെബാസ്റ്റ്യൻ സ്കൂളിന് കൈമാറി. വടക്കാഞ്ചേരി പോലീസ് ജനമൈത്രി ബീറ്റ് ഓഫീസർ രതീഷ് NK ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ ജോസഫ് MD, PTA പ്രസിഡന്റ് റജി ചെറുവത്തൂർ, സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ബീന ദിനേശൻ, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് വിഷ്ണു NM, സിവിൽ പോലീസ് ഓഫീസർ ഗോഡ്വിൻ, പ്രകൃതി സംരക്ഷണ സംഘം എരുമപ്പെട്ടി പഞ്ചായത്ത് ഭാരവാഹികളായ സജി ആറ്റത്ര, റോബിൻ റാഫേൽ പതിയാരം എന്നിവർ സംസാരിച്ചു. ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. ക്വിസ് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തൊഴിയൂർ CMUP സ്കൂളിൽ നടന്ന ലഹരി വിരുദ്ധ ദിനാചരണം അഞ്ഞൂർ തണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പാൾ പ്രിജിൽ N ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപിക സ്റ്റെനി K സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സമൂഹത്തിലെ എല്ലാവരെയും പങ്കാളികളാക്കിയും യുവജനങ്ങളെ ശാക്തീകരിച്ചും ഓരോ വ്യക്തിയും ഈ പോരാട്ടത്തിൽ പങ്കാളിയായി മാറി സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിറവേറ്റണമെന്ന് സ്കൂൾ കുട്ടികളെ ഓർമ്മിപ്പിച്ചു. അധ്യാപകരായ CGL സ്വാഗതവും റീന MK നന്ദിയും പറഞ്ഞു. കുട്ടികൾ ലഹരി ഉപയോഗത്തിനെതിരെ പ്രതിജ്ഞയുമെടുത്തു. വന്നേരി ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലെ ഓഫീസർ സുനിൽകുമാർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. തുടർന്ന് NSS വളണ്ടിയേഴ്സിന്റെ ഫ്ലാഷ് മോബും നടന്നു. പ്രിൻസിപ്പൽ KS സന്ധ്യ, ആയിഷ ഫർസാന, +1 വിദ്യാർത്ഥിനി C തീർത്ഥ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. P മുഹമ്മദ് ഷഹാം സ്വാഗതവും PK മുഹമ്മദ് ഷിബിൻ നന്ദിയും പറഞ്ഞു. കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനാചരണം പാവർട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ സജീവ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു.
ലഹരിവിരുദ്ധ സന്ദേശങ്ങളടങ്ങിയ പ്ലക്കാർഡുകളുമായി 70-ൽ പരം വിദ്യാർത്ഥികൾ സൈക്കിൾ റാലിയും സംഘടിപ്പിച്ചു. പ്രിൻസിപ്പാൾ ഉഷ നന്ദകുമാർ, വൈസ് പ്രിൻസിപ്പൽ സ്റ്റെല്ല വിൻസെന്റ്, സെക്ഷൻ ഹെഡുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. കാട്ടുകാമ്പൽ പഞ്ചായത്ത് കോട്ടൂൾ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി അനുമോദിച്ചു. കോൺഗ്രസ് വാർഡ് കമ്മിറ്റി ഭാരവാഹികളും പ്രവർത്തകരും ചേർന്ന് വിജയിച്ച വിദ്യാർത്ഥികളുടെ വീടുകളിലെത്തിയാണ് ഉപഹാരം നൽകി അനുമോദിച്ചത്. കോൺഗ്രസ് പ്രവർത്തകരായ NB മോനുട്ടി, KU ഷെരീഫ്, NU ആഷിഖ്, EA ഹനീഫ, നിഷാദ്, ലത്തീഫ് എന്നിവർ നേതൃത്വം നൽകി. വേലൂർ RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് അധ്യാപക സീനിയർ തസ്തികയിൽ ഒഴിവുണ്ട്. അഭിമുഖം ജൂലൈ 1 തിങ്കളാഴ്ച നടക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി 1 മണിക്ക് എത്തേണ്ടതാണെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ചിറമനേങ്ങാട് സിത്താര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്ലബ്ബ് മുൻകാല ഫുട്ബോൾ ക്യാപ്റ്റൻ KT വാസുവിന്റെ ഓർമ്മയ്ക്കായി കിക്ക് ഓഫ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മുൻകാല താരങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സൌഹൃദ മത്സരം ക്ലബ്ബ് മുൻകാല വോളിബോൾ ക്യാപ്റ്റൻ KK രവി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി യദുകൃഷ്ണ, മുൻ സെക്രട്ടറി അപ്പുണ്ണി സാജൻ, ക്ലബ്ബ് മെമ്പർമാർ TS സുമേഷ്, സുഭാഷ് KM, ശിവപ്രസാദ് എന്നിവർ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. വിപണി. കേച്ചേരിയിൽ ഷൈൻ ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ചു. കേച്ചേരി തൃശൂർ റോഡിൽ ലാവിഷ് പ്ലാസയിലാണ് ലോഡ് ഷൈൻ ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. കൺസ്ട്രക്ഷൻ രംഗത്ത് 45 വർഷത്തെ പ്രവൃത്തി പരിചയവും നിർമ്മാണ മേഖലയിലെ പുത്തൻ സാങ്കേതിക വിദ്യകൾ അനുസരിച്ചുള്ള നിർമ്മാണ സമുച്ചയങ്ങളുമായി വിജയകരമായി പ്രവർത്തിച്ചുവരുന്ന ലോഡ് ഷൈൻ ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം ലാവിഷ് ഗ്രൂപ്പ് ചെയർമാൻ TL കൊച്ചൌസേബ് നിർവഹിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ PN സുരേഷ്, ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ, ഫാദർ ജോജു ചിരിയങ്കണ്ടത്ത്, ലോഡ് ഷൈൻ ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ KJ സിയോജ്, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സ്ഥാപനത്തിന്റെ വിലാസം ലോഡ് ഷൈൻ ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ലാവിഷ് പ്ലാസ, തൃശൂർ റോഡ്, കേച്ചേരി. ഫോൺ 9946957211. മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള PST അംഗീകാരം കാണിപ്പയ്യൂർ ലയൺസ് ക്ലബിന് ലഭിച്ചു. പഴയന്നൂർ ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന റീജിയൻ 11 കോൺഫറൻസിലാണ് അംഗീകാരം ലഭിച്ചത്. റീജിയൻ 11 ചെയർമാൻ സാബു ജേക്കബ് റീജിയൻ കോൺഫറൻസിൽ കാണിപ്പയ്യൂർ ലയൺസ് ക്ലബിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. ക്ലബ്ബ് പ്രസിഡന്റ് മുള്ളത്ത് ലുക്മാൻ, ക്ലബ്ബ് ട്രഷറർ വിഷ്ണു ഭാരതിയൻ, റീജിയനിലെ വിവിധ ക്ലബ്ബുകളിലെ PSTകൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6575 രൂപ, പവന് 52,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 95 രൂപ. ചരമം. വേലൂർ തണ്ടിലും പൊറുത്തൂർ വീട്ടിൽ ഔസേപ്പ് മകൻ ഇട്ടിയച്ചൻ എന്ന ജേക്കബ് നിര്യാതനായി 84 വയസ്സായിരുന്നു. സംസ്കാരം തണ്ടിലും സെന്റ് ആന്റണീസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. പരേതയായ റൂസി ഭാര്യയാണ്. റോയ്, റോബർട്ട്, റോഗൻ എന്നിവർ മക്കളാണ്. ആർത്താറ്റ് വില്ലേജ് ഓഫീസിനടുത്ത് താമസിച്ചിരുന്ന ചാട്ടുകുളം ഇരിങ്ങപ്പുറം റോഡിൽ ഇപ്പോൾ താമസിക്കുന്ന പനക്കൽ മാത്തുക്കുട്ടി മകൻ പോൾ ബോംബെയിൽ വെച്ച് നിര്യാതനായി. സംസ്കാരം വ്യാഴാഴ്ച ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. കടൽക്ഷോഭം ശക്തമായതോടെ തീരദേശവാസികൾക്കും മുന്നറിയിപ്പ്. ഗുരുവായൂർ കോട്ടപ്പടി അങ്ങാടിയിൽ പഴക്കമുള്ള ഇരുനില കെട്ടിടം തകർന്നു വീണു. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ പൊതുയിടങ്ങളിൽ നിക്ഷേപിക്കുന്നതിനെതിരെ പരാതിയുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത്.
ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം കേച്ചേരി ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ പൊതു ഇടങ്ങളിൽ നിക്ഷേപിക്കുന്നതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയത്. ട്രോളിംഗ് നിരോധനം ലംഘിക്കുകയും വ്യാജ കളർ കോഡ് അടിക്കുകയും ചെയ്ത തമിഴ്നാട് വള്ളങ്ങൾ ഫിഷറീസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി. മൺസൂൺ കാല ട്രോളിംഗ് നിരോധന നിയമങ്ങൾ ലംഘിച്ച് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള യാനങ്ങൾ ചാവക്കാട് ബ്ലാങ്ങാട് കടപ്പുറത്തു നിന്നാണ് പിടികൂടിയത്. ചാവക്കാട് നഗരസഭ ഖരമാലിന്യ സംസ്കരണശാലയിലെ മാലിന്യ കൂമ്പാരം ചീഞ്ഞളിഞ്ഞുള്ള ദുർഗന്ധം മൂലം പരിസരവാസികൾക്ക് ദുരിതം. മണത്തല ഇനിപ്പുള്ളി പരപ്പിൽ താഴ്ത്ത് സ്ഥിതി ചെയ്യുന്ന ഖരമാലിന്യ സംസ്കരണശാലയിൽ നിന്നാണ് ദുർഗന്ധം വമിക്കുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.